നമസ്കാരം. അപ്പോൾ ഹേമ കമ്മീഷൻ തീർച്ചയായിട്ടും യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കുന്നത് പീഡനങ്ങളാണ്, പീഡിപ്പിച്ച ആളുകളുടെ ഫോട്ടോസാണ്. തീർച്ചയായിട്ടും ഓരോ മീഡിയാസും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ തീർച്ചയായിട്ടും ഓരോ ദിവസവും വരുന്ന ഫോട്ടോസിന്റെ എണ്ണം കൂടി വരികയാണ്. ഇന്ന് പീഡിപ്പിച്ചവർ എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയയിൽ ഞാൻ കണ്ടു. തീർച്ചയായിട്ടും ശരിക്കും പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. ലോട്ടറി റിസൾട്ട് കാണിക്കുന്നത് പോലെയാണ് ഓരോ മീഡിയാസും ഇങ്ങനെ എണ്ണി ഓരോ ഫോട്ടോസും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം എന്റെയല്ല, പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ആര് തരും? അപ്പോഴാണ് ചുണയുള്ള ആൺപിള്ളൈ പൃഥ്വിരാജ് സിംഗ്ല വരും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ഇന്ന് മീഡിയക്ക് മുൻപിൽ ഒറ്റയ്ക്ക് സംസാരിച്ച കുറെ നല്ല നിമിഷങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി മീഡിയകൾക്ക് ഉത്തരം നൽകിയ, ഒരു ചോദ്യവും വിടാതെ ഗ്യാപ്പിടാതെ എല്ലാം കൃത്യമായി തുറന്ന് ചോദിക്കുകയും പറയുകയും ചെയ്ത ഒരേ ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. വീണ്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടന് ഒരു ബിഗ് സല്യൂട്ട്. സത്യവത്തായ കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല. ഞാൻ ഒരു പ്രേക്ഷകനാണ്, എനിക്കറിയില്ല, പ്രേക്ഷകർക്കറിയില്ല. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഓരോ വീഡിയോസ് മീഡിയകൾ വഴി വരുമ്പോൾ നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ കമന്റ്സുകൾ ഓരോ വീഡിയോസിന് താഴെയായി ഓരോ പ്രേക്ഷകരും കുത്തി നിറയ്ക്കുന്നുണ്ട്. ഏതാണ് സത്യം, ഏതാണ് നുണ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഓരോ ദിവസങ്ങളിലും മീഡിയകളിൽ പീഡനമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓരോ നടന്മാരുടെയും ഫോട്ടോസ് ഇങ്ങനെ കുത്തി നിറച്ചു വിടുന്നത്. ഏത് വിശ്വസിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ഉത്തരമാണ് ഇന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറഞ്ഞ് ഓരോ വ്യക്തികളും പ്രതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാരായാലും തെറ്റുകൾ ചെയ്തത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇരയായാലും പ്രതി എന്ന് പറയുന്ന ആളായാലും തീർച്ചയായിട്ടും ശിക്ഷ വളരെ കൃത്യമായ രീതിയിലായിരിക്കണം. ഇനി ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യവത്തായ രീതിയിലാണ് പൃഥ്വിരാജ് സുകുമാരൻ മീഡിയകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖം ഇന്ന് ഡയറക്ട്ലി നമ്മൾ കണ്ടത്. ഈ ഒരു കണ്ടീഷനിൽ മീഡിയകൾക്ക് മുന്നിൽ കൃത്യമായി ഉത്തരം നൽകി കൃത്യമായുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചതിന് വീണ്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടന് സല്യൂഷൻ. ഈ ഒരു സിറ്റുവേഷനിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ പറയുന്നുണ്ട്, അമ്മ എന്ന് പറയുന്ന സംഘടന പ്ലസ് സിനിമ മേഖല മാത്രമല്ല, എല്ലാ ജോലി സംബന്ധമായുള്ള മേഖലകളിലും സ്ത്രീജനങ്ങൾക്ക് പ്രാധാന്യം നൽകണം. എവിടെയാണോ പീഡനം നടക്കുന്നത് അതൊക്കെ കണ്ടെത്തണം, ശിക്ഷിക്കണം എന്നുള്ള കാര്യം പൃഥ്വിരാജ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഷ സാരംഗി, അതായത് ഉപ്പും മുളകും എന്ന് പറയുന്ന ആ ഒരു മഹാ സീരിയലിലെ നടി വളരെ മാന്യതയോടുകൂടി സംസാരിച്ച കുറച്ച് നിമിഷങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഓഡിയോ വീഡിയോ പ്ലസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. തീർച്ചയായിട്ടും ഒത്തിരി കമന്റ്സ് അതിന് വന്നിട്ടുണ്ട്. ആ ഒരു സ്ത്രീജനം പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു പാഷൻ മാത്രമല്ല, കുടുംബത്തെ നോക്കാൻ വേണ്ടി ഒരു ജോലി കൂടിയാണ്. തീർച്ചയായിട്ടും മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്ന് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നോ എന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം കാണിക്കണം എന്നുള്ള കാര്യമാണ് ഈ നിഷ സാരംഗി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീജനം പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഓരോ പ്രേക്ഷകരും കേട്ടതാണ്. കൂടാണ്ട് വേറൊരു കാര്യം കൂടി നിഷ സാരംഗി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യമാണ്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്ന് ഇന്നത് ചെയ്യണം, ഇന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവസരമുള്ളൂ എന്ന് പറയുമ്പോൾ നോ എന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം കാണിക്കണം. സിനിമ ഒരു പാഷനായി എടുത്താലും ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്താലും ഈ ഒരു തൊഴിൽ മാത്രമല്ല ലോകത്തിലുള്ളത്, വേറെ എത്രയോ നല്ല നല്ല തൊഴിലുകളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും മുറിവുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും വഴങ്ങി കൊടുക്കരുത് എന്നുള്ള കാര്യമാണ് നിഷ സാരംഗി തുറന്നു പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ നടി ഉഷ 1992 അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ കണ്ടത് ഇന്നാണ്. ഈ ഒരു കാലഘട്ടത്തിലെ ചോദ്യങ്ങൾക്കുത്തരം, സിനിമാ മേഖലയിലെ പീഡനത്തിനെതിരെയുള്ള ചോദ്യങ്ങൾക്കുത്തരം 1992 ഉഷ എന്ന് പറയുന്ന ആ ഒരു മഹാനടി വളരെ സത്യവത്തായ രീതിയിൽ കൃത്യമായ രീതിയിൽ അഭിമുഖത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ അത് തരംഗമാണ്. ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രേക്ഷകർ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നടിക്കുണ്ടായ അനുഭവങ്ങളാണ് ആ ഒരു അഭിമുഖത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ തരംഗമാണ്. ആ ഒരു സമയത്ത് ഇറങ്ങി ആ ഒരു വീഡിയോ തരംഗമായിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ശരിക്കും കുറച്ച് കൂതറ മീഡിയാസ് ഉണ്ട്. അതായത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന കുറച്ച് കൂതറ മീഡിയാസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ പ്രേക്ഷകരും ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്ത്
കുറ്റക്കാരില്ലാത്തവരെ കുറ്റക്കാരെന്ന് വളച്ചൊടിക്കുന്ന മീഡിയാസും ഉണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അത് കണ്ട് വളരെ വ്യക്തമാക്കിയതിന് ശേഷം മാത്രം കമന്റ്സ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇനി എന്താണ് ന്യൂസ് വരുന്നത് എന്ന് നമുക്ക് നേരിൽ കണ്ടറിയാം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.